ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു Zeena ഹോംമേഡ് റെസിപ്പീസ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിനൊക്കെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കീ പൊറോട്ട റെസിപ്പി ചെയ്താലോ? ഈ ഒരു ടൈമിൽ നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും മിസ് ചെയ്യുന്നൊരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ? അതിൽ നമുക്ക് മാറ്റിയെടുത്താൻ പറ്റാത്ത ഒന്നാണ് പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല മുരിഞ്ഞ സോഫ്റ്റ് പൊറോട്ടൻ്റെ റെസിപ്പിയാണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ബീഫിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായി. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ 1 കിലോ മൈദ വെച്ചിട്ടാണ് പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ വേണം. ഡോ റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ഓയിൽ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 മുട്ടയുടെ വെള്ളയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അതേപോലെ ഡോ റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ട് ഇളം ചൂടുവെള്ളം കൂടെ വേണം. ഇനി നമുക്ക് പറഞ്ഞ് ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ ഡോ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് മാറ്റി വെക്കണം. 2-3 ടേബിൾ സ്പൂൺ പൊടിയൊക്കെ മതി. ഇതിപ്പോൾ നമ്മളിവിടെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിനുശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പ് അലിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ മൈദയിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അധികം ചൂടാവാൻ പാടില്ല. നമ്മളത് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരിക്കണം, അത്ര മതി. എഗ് വൈറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് ഏകദേശം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ടൈറ്റുള്ള ഡോ ആക്കി എടുക്കണ്ട, കുറച്ചൊരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ഒരു അയവിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഈ ഒരു ടൈമിൽ നമുക്ക് കയ്യിൽ പറ്റുന്ന പോലൊക്കെ തോന്നും, പക്ഷേ ഒന്നുകൂടെ നല്ലോണം കുഴച്ചെടുക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. ഇനി ഇത് നമുക്കൊരു സ്ലാബിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടി അവിടെ വിതറുന്നുണ്ട്. ആ സ്ലാബിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പറ്റുന്ന അത്രയും ടൈം നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല പൊറോട്ട ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളത്. മാക്സിമം ടൈം കുഴച്ചെടുക്കുന്ന അത്രയും അത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വരും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിത് നന്നായിട്ട് വീശി പരത്തിയെടുക്കാൻ പറ്റുക. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മളിതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ മാവ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. 1/2 മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണ്. ഇതിനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. ആദ്യത്തേനേക്കാളും ഇപ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റാണ് എന്ന് വെച്ച് കയ്യിൽ പറ്റുന്നുമില്ല. ഇനി ഇത് നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റി സ്ലാബിൽ തന്നെ വെച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ഡാൽഡയും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇവിടെ നമ്മൾ കുറച്ച് മാവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ബോൾസ് ആക്കി എടുത്താൽ മതി. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഓയിൽ മുക്കി സ്ലാബിൽ വെക്കുക. ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് മൊത്തം നമ്മൾ ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ നനവുള്ളൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് മൂടി വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. കൈവച്ച് തന്നെ ചെറിയൊരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഏകദേശം പത്തിരിനൊക്കെ വലുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫുള്ളും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് വീശിയെടുക്കാം. അതിനു മുമ്പ് നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലുള്ളത് ഭയങ്കരമായിട്ട് ലൂസായി പോകും. ഇപ്പം തന്നെ അത് നല്ലോണം ലൂസായിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. അറ്റം ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ച് പരത്തി കൊടുക്കാം. നടുഭാഗം അധികം കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ചൊരു കട്ടിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കീറി പോകാണ്ട് വീശിയെടുക്കാൻ പറ്റൂ. ഇപ്പം നമ്മളിത് വീശിയെടുക്കുകയാണ്. 2 കൈയും വെച്ച് അടിച്ച് നന്നായിട്ട് വീശിയെടുക്കുക. നിങ്ങൾ ഇതുവരെ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ റെഡി ആയിക്കോളൂ. ഇപ്പം നമ്മൾ ഇതിലേക്ക് പരത്തിയതിന് ശേഷം കുറച്ച് ഓയിലും മൈദപ്പൊടിയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുള്ളത്. എല്ലാം ഇതേപോലെ തന്നെ ചെയ്യുക. ആദ്യം ജസ്റ്റ് അറ്റം ഒന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം കൈവച്ച് അടിച്ച് പരത്തുക. അത്യാവശ്യം സൈസിൽ നല്ല നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് മൈദപ്പൊടിയും സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത്രേ പണിയുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുത്തുകൊണ്ടാണ് ഒന്നൊന്ന് ഒരു പൊറോട്ട മാത്രം എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് 2 പൊറോട്ടയൊക്കെ ആക്കി എടുക്കും. ചെറിയ ബോൾസ് ആക്കി എടുക്കുമ്പോൾ വീശിയെടുക്കാൻ എളുപ്പമാണ്. മാത്രമല്ല ചെറിയ സ്ഥലത്ത് നിന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ എന്നൊക്കെ ചെയ്യുമ്പോൾ വലിയ സൈസിൽ ചെയ്യുന്നതാണ് ഈസി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റും. ഒന്ന് തന്നെ പരത്തിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് 2-3 പൊറോട്ടക്കുള്ളത് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ളും നമ്മൾ റോൾ ചെയ്തെടുക്കും.
ഇനി നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വാഴൻ്റെ ഇല എടുത്ത് അത് നന്നായിട്ട് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പൊറോട്ട അങ്ങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് ബീഫും വെച്ച് അതിൻ്റെ മേലെയായിട്ട് ഒരു പൊറോട്ടയും കൂടെ വെച്ചതിന് ശേഷം ഇതൊരു കിഴിയാക്കി നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. ഇനി ഇത് നമ്മുടെ ഒരു നാടൻ സ്റ്റൈലും കൂടെ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ സാധാരണ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്ന തനി നാടൻ പൂളക്കറിയാണ്. ഇനി ഇതും കൂടെ വെച്ച് നമുക്കൊരു കിഴിയും കൂടെ റെഡിയാക്കി എടുക്കാം. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പൊറോട്ട വെച്ചു, അതിൻ്റെ മേലെയായിട്ട് കുറച്ച് കറി ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ ഒരു പൊറോട്ടയും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ബീഫ് വരട്ടിയതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളൊരു കിഴിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, അപ്പോഴാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റായി, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിഴി പൊറോട്ട ഇവിടെ റെഡിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.